റയലിൽ CR7 ആകാൻ എംബാപ്പക്ക് സാധിക്കുമോ? എംബാപ്പ അരങ്ങേറ്റം കുറിച്ചിട്ടേ ഉള്ളൂ, കുറഞ്ഞ കളികൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. CR7ന്റെ സ്റ്റാറ്റ്സ്, റിയൽ മാഡ്രിഡിന് വേണ്ടി CR7 എഴുതി വെച്ച സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് 438 മത്സരങ്ങൾ, 450 ഗോളുകൾ, 131 അസിസ്റ്റുകൾ. മത്സരങ്ങളിലേക്കാളും ഒരുപാട് ഗോളുകൾ അടിച്ച ഒരു വ്യക്തിയാണ് CR7. അദ്ദേഹം റിയൽ മാഡ്രിഡിന് എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ട്രോഫികളും അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇൻഡിവിജ്വൽ അവാർഡുകളൊക്കെ അദ്ദേഹം സ്വന്തമാക്കിയത് റിയൽ മാഡ്രിഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഗോൾ സ്കോർ മെഷീൻ എന്ന് അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹം റിയലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ്. മികച്ച മത്സരങ്ങൾ, മികച്ച ഓപ്പണൻറ്റുമായിട്ട് മികച്ച ഗോളുകൾ സ്കോർ ചെയ്യുന്നു. എല്ലാത്ത ഓപ്പണൻറ്റുമായിട്ടും മികച്ച ഗോളുകൾ സ്കോർ ചെയ്യുന്നു. ഒരു സ്കോറിംഗ് മെഷീനായിട്ട് അദ്ദേഹം അറിയപ്പെട്ടത് റിയൽ മാഡ്രിഡിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ഇനി നമുക്കറിയേണ്ടത് എംബാപ്പയുടെ അരങ്ങേറ്റം അടിപൊളിയായിരുന്നോ? അദ്ദേഹം ഈ ഒരു പോക്ക് പോവുകയാണെങ്കിൽ CR7 എന്നുള്ള ബ്രാൻഡിന് തുല്യമാകുമോ? റിയലിൽ CR7 ആകാൻ എംബാപ്പയ്ക്ക് സാധിക്കുമോ എന്നുള്ള കുറിച്ചാണ്. റിയൽ മാഡ്രിഡിൽ റൊണാൾഡോ വന്ന ആ ഒരു സമയം, ഫസ്റ്റ് സീസണിൽ റൊണാൾഡോ അടിച്ച ഗോളുകളെ എണ്ണം നോക്കുകയാണെങ്കിൽ 35 മത്സരമാണ് റൊണാൾഡോ കളിച്ചത്. ലാലിഗയിൽ 29 മത്സരവും അതുപോലെ തന്നെ UEFA ചാമ്പ്യൻസ് ലീഗിൽ 6 മത്സരം. ലാലിഗ 29 മത്സരങ്ങളിൽ നിന്ന് 26 ഗോളുകളും UEFA ചാമ്പ്യൻസ് ലീഗിൽ 6 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും റൊണാൾഡോ അടിച്ചുകൂട്ടി. അങ്ങനെ 35 മത്സരത്തിൽ നിന്ന് 33 ഗോളുകൾ റൊണാൾഡോ റിയൽ മാഡ്രിഡിന് വേണ്ടി സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10 അസിസ്റ്റുകളും അദ്ദേഹം ആ ഒരു സീസണിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആ ഫസ്റ്റ് സീസണിൽ ഇഞ്ചുറി പറ്റിയിരുന്നു. ഇഞ്ചുറി പറ്റിയത് കൊണ്ട് തന്നെ 10 മാച്ചുകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ 35 മാച്ചുകൾ മാത്രമാണ് ഫസ്റ്റ് സീസണിൽ അദ്ദേഹം കളിച്ചത്. 35 മാച്ചിൽ നിന്ന് 33 ഗോളും 10 അസിസ്റ്റുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ഈ ഒരു സ്റ്റാറ്റ്സ് എംബാപ്പൻ്റെ മത്സരങ്ങളിൽ വെച്ച് നോക്കുന്ന സമയത്ത് എംബാപ്പ നിലവിൽ 34 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. ഈ 34 മത്സരങ്ങളിൽ നിന്ന് എംബാപ്പ നേടിയത് 22 ഗോളും 3 അസിസ്റ്റുമാണ്. ഈ സ്റ്റാറ്റ്സ് നോക്കുന്ന സമയത്ത് കുറേ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും എംബാപ്പയെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഫിഫ വേൾഡ് കപ്പ്, മെസ്സി, അർജന്റീന വിയസ് ഫ്രാൻസ് മത്സരം, പുഷ്പം പോലെ അർജന്റീന വിജയിക്കുമെന്ന് വിചാരിച്ച ഒരു മത്സരം തന്നെ ആയിരുന്നു ഫസ്റ്റ് ഹാഫ് കണ്ടവർക്ക്. പക്ഷെ അവസാനത്തെ ആ സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള അവസാനത്തെ മിനിറ്റിൽ ഒരു പേടി അർജന്റീന ഫാൻസിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹം. അതുമാത്രമല്ല, എംബാപ്പ ഒരു ഗോൾ സ്കോറിംഗ് മെഷീൻ തന്നെയാണ്. അദ്ദേഹം ഒരുപാട് ഗോളുകൾ സ്കോർ ചെയ്യുന്നുണ്ട്. ഫ്രഞ്ച് ലീഗിൽ നിന്ന് അത് ലാലിഗിലേക്ക് വന്ന സമയത്തുണ്ടാവുന്ന ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം ഈ ഒരു സ്ട്രഗ്ലിംഗ് എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ റൊണാൾഡോ വന്ന് പ്രീമിയർ ലീഗിൽ നിന്ന് ലാലിഗയിലേക്കാണ്. നമ്പർ 1 ലീഗിൽ നിന്ന് സെക്കൻഡ് ടോപ്പ് 2 ലീഗിലേക്കാണ് റൊണാൾഡോ വരുന്നത്. സോ അതിൻ്റെ ഡിഫറൻസും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും. എങ്കിലും എംബാപ്പയ്ക്ക് റൊണാൾഡോയാകാൻ റിയലിൽ സാധിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ ഈ ഒരു സ്റ്റാറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റുള്ള ഒപ്പീനിയൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ, സ്കോറേഴ്സ് മൈൻഡ്.